ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വാനില കേക്കാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം. നമ്മളൊരു ബൗളും ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നമ്മൾ 2 കിലോ കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ എവരിഡേയുടെ പാൽപ്പൊടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ എവരിഡേ കിട്ടിയതുകൊണ്ടാണ് എവരിഡേ ഇടുന്നത്. നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും ഇടാം. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തരി ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് നല്ല വൃത്തി കിട്ടത്തില്ല, സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം വിസ്ക് വെച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. വിക്സ് വെച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു കപ്പും കൂടി ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. 8 ഇഞ്ചിന് 2 കേക്ക് ടിന്നാണിത്. അപ്പോൾ നമ്മൾ 2 കിലോ ചെയ്യുന്നതുകൊണ്ടാണ് 2 ടിന്നായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 8 മുട്ടയാണ് നമുക്കിത് വേണ്ടത്. 2 കിലോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 8 മുട്ട എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു വലിയ ബൗൾ എടുത്ത ശേഷം ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഒഴിക്കുക. അപ്പം നമ്മൾ എല്ലാ മുട്ടയും ഇപ്പോൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബീറ്റർ എടുത്ത് ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങുക. നമുക്ക് അതിൻ്റെ ടെക്സ്ചർ മാറുന്ന വരെ നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കിപ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 2 അടപ്പ് വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ഒഴിക്കുന്നത്, മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇതേപോലെ ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഫ്ലഫിയെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടി അതിലേക്ക് തട്ടി കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് 250 ml കപ്പിൽ നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം തട്ടാൻ. ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട പിടിച്ച് കിടക്കും, അതിൽ മിക്സ് ആവത്തില്ല. അപ്പോൾ ഇതേപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കപ്പ് തട്ടിയ ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ കപ്പിൽ ഇതേപോലെ കുറച്ചായിട്ട് തട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 കിലോ ആയതുകൊണ്ടാണ് നമ്മൾ 2 കപ്പ് പഞ്ചസാര എടുത്ത്. 1 കിലോ ആണെങ്കിൽ നമ്മൾ 1 കപ്പ് പഞ്ചസാര തട്ടത്തുള്ളൂ. ഇനി നമ്മൾ സ്പീഡ് ഇങ്ങനെ കൂട്ടി ഇപ്പോൾ ഇതാ ഫുൾ സ്പീഡിലിട്ടാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നത്. നല്ല അവസാനം നിർത്തുന്ന സമയത്ത് നമ്മൾ ഫുൾ സ്പീഡിലിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തൊന്ന് എടുക്കുക ഈ കൺസിസ്റ്റൻസിയിൽ. അപ്പം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ട് കുറച്ചായിട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് മെല്ലെ ഫോൾഡ് ചെയ്യണം, സ്പീഡിൽ ഫോൾഡ് ചെയ്യരുത്. സ്പീഡിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നിങ്ങൾക്ക് എന്തായാലും കട്ടിയായിട്ടേ കിട്ടത്തുള്ളൂ, കേക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ മെല്ലെ മിക്സ് ചെയ്യാവൂ. അതുപോലെ കുറച്ചായിട്ടേ മാവ് ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ടൈറ്റ് ആകുമ്പോൾ ഇതേപോലെ കാച്ചിയ പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാച്ചി ആറിയ ശേഷം ഇതിൽ ഒഴിക്കാവൂ, ചൂടോടെ ഒഴിക്കരുത്. അത് പശും പാലായാലും കവർ പാലായാലും നമ്മൾ അതും കുറച്ചായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ, ടൈറ്റ് ആവുന്നതനുസരിച്ച്. ഇനി നമുക്ക് ഒരു കിണ്ണത്തിൽ ഒരു സ്പൂണും വെച്ച് ഈ ബാറ്റർ കുറച്ചെടുത്ത ശേഷം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഇതിപ്പോൾ നമ്മൾ ഗോൾഡ് വിനറാണ് എടുത്തിരിക്കുന്നത്, അത് 2 ടേബിൾ സ്പൂൺ ഇതേപോലെ ഇതിലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ എണ്ണ അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല വൃത്തിയായി കിട്ടത്തില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ എണ്ണ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ അതിലേക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളും ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പാച്ചില എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിൽ നിന്ന് മേളിലോട്ട്. അങ്ങനെ അതും മെല്ലെ മിക്സ് ചെയ്യാവൂ, നേരത്തെ പറഞ്ഞ പോലെ സ്പീഡിൽ മിക്സ് ചെയ്യരുത്. വെപ്രാളം പിടിച്ച് മെല്ലെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ഫുള്ള് മിക്സായി കിട്ടത്തുള്ളൂ, മടി കിടക്കുന്ന മാവെല്ലാം കൂടി മിക്സായി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ കുറച്ചായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ 1/4 ഭാഗമേ നിങ്ങൾ എപ്പോഴും ഒഴിക്കാവൂ ഏത് കേക്ക് ചെയ്യുമ്പോഴും. എന്ന് വെച്ചാൽ അത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതിനുള്ള സ്ഥലം വിട്ടിട്ട് വേണം നമ്മളത് ഒഴിക്കുക. അതുകൊണ്ട് 1/4 ഭാഗം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 2 കിലോ ചെയ്യുന്നതുകൊണ്ട് 2 കേക്ക് ടിന്നിലായിട്ട് അത് 1/4 ഭാഗം വീതം ഒഴിച്ചിട്ടുണ്ട് രണ്ടിലും. എന്നിട്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ബബിൾസ് വരും. ഇത് ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഇത് വിണ്ട് കീറിപ്പോവും നമുക്ക് കേക്ക്. നല്ല വൃത്തിയായി ടേപ്പ് ചെയ്ത ശേഷം നമുക്കിത് ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് 2 ടിന്നും. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ച് നമ്മൾ ഇതേപോലെ സെൻറ്ററിലും സൈഡിലും എല്ലാം കുത്തി നോക്കുക. ടൂത്ത് പിക്കിൽ തരിയായിട്ട് വരണുണ്ടെങ്കിൽ നമ്മളത് വെന്തിട്ടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ ഓവനിൽ ഒന്നും കൂടി വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യുക കുറച്ച് ടൈമും കൂടി. അപ്പോൾ നമ്മൾ വെന്ത ശേഷം നമ്മൾ പുറത്തോട്ട് എടുക്കുക. ഇപ്പോൾ നമ്മളുടെ 2 കിലോ കേക്ക് ഇവിടെ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.